സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPMന്റെ കൂടുതൽ അക്കൗണ്ടുകളിലേക്ക് ആദായനികുതി വകുപ്പ് അന്വേഷണം. ആദായനികുതി റിട്ടേണിൽ കാണിക്കാത്ത അക്കൗണ്ടുകൾ മരവിപ്പിക്കും. പാർട്ടിക്ക് തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള 4,80,00,000 രൂപയുടെ അക്കൗണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു. ഇതിനിടെ കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ തിങ്കളാഴ്ച ED വീണ്ടും ചോദ്യം ചെയ്യും. ആദായനികുതി റിട്ടേണുകൾ സമർപ്പിക്കാത്ത കൂടുതൽ CPM അക്കൗണ്ടുകൾ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയ ആദായനികുതി വകുപ്പ് നിലവിൽ ED കണ്ടെത്തിയ തൃശൂരിലെ 81 ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുകയാണ്. പാർട്ടിയുടെ ഭൂരിഭാഗം അക്കൗണ്ടുകളും നിയമാനുസൃതമല്ലെന്ന നിഗമനത്തിലാണ് ആദായനികുതി വകുപ്പ്. തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടി നിക്ഷേപിച്ചിരുന്ന 4,80,00,000 രൂപ ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു. ഇതിന് തൊട്ടുമുമ്പ് കാലാവധി പൂർത്തിയായ 1 കോടി രൂപയുടെ സ്ഥിരനിക്ഷേപം പിൻവലിക്കുകയും ചെയ്തിരുന്നു. 81 അക്കൗണ്ടുകളിൽ 75ഓളവും കൃത്യമായ കണക്കുകൾ കാണിക്കാത്തതും ആദായനികുതി വകുപ്പിന് വിവരങ്ങൾ കൈമാറാത്തതുമാണെന്നാണ് അന്വേഷണ സംഘങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ. ഈ അക്കൗണ്ടുകളിലെ നിക്ഷേപം കള്ളപ്പണമായിരുന്നോ എന്നാണ് ED പരിശോധിക്കുന്നത്. ഇതിനിടെ കരുവന്നൂർ നിക്ഷേപ തട്ടിപ്പ് കള്ളപ്പണ കേസുകളിലെ ചോദ്യം ചെയ്യൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ 5 തവണ ചോദ്യം ചെയ്തതിന് പിന്നാലെ വീണ്ടും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും തുടർച്ചയായ 3 സമൻസുകൾ തള്ളിയ MM വർഗീസിനോട് തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ച് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ജനം, കൊച്ചി.